നിങ്ങൾ ശരിക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഉപേക്ഷിക്കരുത്. വലിയ സ്വപ്നങ്ങളുള്ള വ്യക്തി എല്ലാം നേടിയിട്ടുള്ള ഒരാളേക്കാൾ ശക്തനാണ്. കടമകൾക്ക് മുൻപിൽ സ്വപ്നങ്ങൾ തോൽക്കുന്നതിൻ്റെ പേരാണ് ജീവിതം. മറ്റൊരു ലക്ഷ്യം സജ്ജീകരിക്കാനോ ഒരു പുതിയ സ്വപ്നം കാണാനോ നിങ്ങൾക്ക് പ്രായം ഒരിക്കലും തടസ്സമല്ല. വിട്ടുനിൽക്കുക. സമയം കളയുന്ന കാര്യങ്ങളിൽ നിന്നും, ആരോഗ്യം നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും, സമാധാനം ഇല്ലാതാക്കുന്ന ബന്ധങ്ങളിൽ നിന്നും. വീഴുന്നത് ഒരു പരാജയമല്ല, മറിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് പരാജയം. ഇടമില്ലെന്ന് തോന്നിയാൽ ഇറങ്ങി നടന്നേക്കണം, എത്ര പ്രിയപ്പെട്ട ഹൃദയത്തിൽ നിന്നായാലും. നമ്മുടെ മനസ്സ് വളരെ ശക്തിയുള്ളതാണ്. അതിൽ നല്ല ചിന്തകൾ നിറച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഗുണനിലവാരത്തെ നിർണ്ണയിക്കുന്നു. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ചിന്തകൾക്ക് നിറം പകരുന്നത്. ഒരു കൊടുങ്കാറ്റ് ഒരു പ്രഭാതം മുഴുവൻ നിലനിൽക്കില്ല. പെട്ടെന്നുള്ള മഴ ദിവസം മുഴുവൻ നീണ്ടു നിൽക്കാറുമില്ല. എല്ലാ പ്രതിസന്ധികളും അവസാനിക്കുന്ന ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. പ്രതീക്ഷ കൈവിടരുത്. ഓരോ ഹൃദയത്തിലും ആവശ്യത്തിലധികം മുറിവുകളും വേദനകളും ഉണ്ടാകും. പക്ഷെ ആരും ആരെയും ഒന്നും അറിയിക്കില്ല എന്ന് മാത്രം. നിങ്ങൾ ഒരാളുമായുള്ള ബന്ധം അവസാനിപ്പിക്കുമ്പോൾ ആ വ്യക്തി ഒരിക്കലും പൂർണ്ണമായ കഥ മറ്റുള്ളവരോട് പറയാറില്ല. നിങ്ങൾ മോശവും ആ വ്യക്തി നിഷ്കളങ്കനും ആയിട്ടുള്ള കഥ മാത്രമേ അയാൾ പറയുകയുള്ളൂ. ചുറ്റും നിൽക്കുന്നവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയണമെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്തിലൂടെ നിങ്ങൾ കടന്നു പോകണം. ജീവിച്ചിരിക്കുമ്പോൾ എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിക്കാത്തവരാണ് മരിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു അവൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുന്നത്. ചില ആളുകൾ നിങ്ങളോട് വിശ്വസ്തരല്ല. അവർ നിങ്ങളുടെ ആവശ്യങ്ങളോട് മാത്രം വിശ്വസ്തരാണ്. അവരുടെ ആവശ്യങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ വിശ്വസ്തതയും മാറുന്നു. ഉറച്ച തീരുമാനവും തളരാത്ത മനസ്സുമുണ്ടെങ്കിൽ ആകാശത്തോളം വലിപ്പമുള്ള വെല്ലുവിളികളെ പോലും ഭയമില്ലാതെ നേരിടാം. നിങ്ങൾ ആർക്കെങ്കിലും അവർ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ കരുതലും സ്നേഹവും കൊടുത്താൽ നിങ്ങൾ വിചാരിക്കുന്നതിൽ കൂടുതൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. നാം വിശ്വസിക്കുന്നവർ നമ്മോട് നുണ പറയുമ്പോൾ വല്ലാത്തൊരു നൊമ്പരമാണ് മനസ്സിൽ ഉണ്ടാവുക. വിശ്വാസ വഞ്ചനയോളം വേദനിക്കുന്ന മറ്റൊരു കാര്യവുമില്ല. ഈ ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണോ, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ ചെയ്യുക. ചെയ്യാൻ വലുതായി ഒന്നുമില്ലാത്തതല്ല, ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതാണ് തെറ്റ്. ആരുടെയും മുന്നിൽ വ്യക്തിത്വം അടിയറവ് വയ്ക്കരുത്. നമ്മുടെ വ്യക്തിത്വം മാനിക്കുന്നവരെ തിരഞ്ഞെടുക്കാൻ സാധിക്കണം. എപ്പോഴും കൂടെയുള്ളവരെ കാണാനുള്ള കണ്ണ് ദൈവം നമുക്ക് തന്നിട്ടില്ല. അകന്ന ദൂരെ എത്തുമ്പോഴാണ് നമ്മൾ അവരെ കാണുന്നത്. നമുക്ക് അവർ എത്ര വലുതായിരുന്നു, എത്രമാത്രം ആശ്വാസമായിരുന്നു എന്നൊക്കെ അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ജീവിതത്തിൽ സങ്കടങ്ങളും സന്തോഷങ്ങളും വന്നു പോയിക്കൊണ്ടിരിക്കും. സന്തോഷിച്ചില്ല എന്ന് വെച്ച് സങ്കടങ്ങൾ വരാതിരിക്കില്ല. സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കുക. സങ്കടപ്പെടേണ്ട സമയത്ത് മാത്രം സങ്കടപ്പെടുക. നല്ല ദിവസവും ചീത്ത ദിവസവും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം നിങ്ങളുടെ മനോഭാവം മാത്രമാണ്. നമ്മുടെ ശരികളെ മാത്രം അംഗീകരിക്കുന്നവരെയല്ല, നമ്മുടെ ചെറിയ തെറ്റുകളിൽ പോലും വെളിച്ചം കാണിച്ചു തരുന്നവരെ വേണം നാം കൂടെ ചേർത്തു നിർത്തേണ്ടത്. ഒരു നിമിഷം കൊണ്ട് ജീവിതത്തെ അടിമുടി മാറ്റാൻ കഴിയില്ല. എന്നാൽ ഒരു നിമിഷത്തിൽ ചിന്തിക്കാതെ കൈക്കൊള്ളുന്ന ചില തീരുമാനങ്ങൾ ചിലപ്പോൾ ജീവിതത്തെ സാരമായി ബാധിക്കാം. വളരെ ചിന്തിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ദേഷ്യമോ നിരാശയോ മനസ്സിൽ വെച്ച് നടക്കുന്നതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സമാധാനമാണ്. നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എപ്പോഴും നമ്മുടെ പരിധിയിൽ തന്നെ സൂക്ഷിക്കുക. അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും. ആരുടെയെങ്കിലും അടുക്കൽ എന്ത് നല്ലത് കണ്ടാലും അവരോട് പറയുക. നിങ്ങൾ പറയുന്ന കാര്യം അവർ ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കും. ബന്ധങ്ങൾ രണ്ട് തരമാണ്. ഒന്ന് സ്നേഹം മാത്രം നൽകും, മറ്റൊന്ന് അനുഭവം നൽകും. സ്നേഹം തരുന്ന ബന്ധങ്ങളെ മനസ്സിലും അനുഭവം നൽകുന്ന ബന്ധങ്ങളെ ഓർമ്മകളിലും കൊണ്ടു നടക്കണം. പ്രശ്നങ്ങളിലേക്ക് നോക്കിയാൽ 1000 പ്രശ്നങ്ങൾ കാണാം. അവസരങ്ങളിലേക്ക് നോക്കിയാൽ 1000 അവസരങ്ങൾ കാണാം. രണ്ടും എന്നും എപ്പോഴും എല്ലായിടത്തുമുണ്ട്.
എവിടെ നോക്കണമെന്ന് തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ്. ചിന്തയ്ക്കും പ്രവൃത്തിക്കും ഇടയിലുള്ള സമയമാണ് മടി. ആ സമയത്തിൻ്റെ ദൈർഘ്യമാണ് നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നത്. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും തീരുമാനങ്ങളും മാറ്റി നിർത്തിയാൽ നിരാശ മാത്രമായിരിക്കും ഫലം. ജീവിതം അത് നമ്മുടേതാണ്. അപ്പോൾ തീരുമാനവും നമ്മുടേതാകണം. ഉള്ളതിൽ അഹങ്കരിക്കാതിരിക്കുക, ഇല്ലാത്തതിൽ വിഷമിക്കാതിരിക്കുക. ഉള്ളത് ഇല്ലാതാകാനും ഇല്ലാത്തത് ഉണ്ടാകാനും അധിക സമയം വേണ്ടി വരില്ല. നമ്മൾ നെഞ്ചിനകത്ത് കൊണ്ടു നടക്കുന്നവരുടെയൊക്കെ ഉള്ളിൽ നമുക്കൊക്കെ വെറും ചവറ്റുകുട്ടിയിലെ പേപ്പറിൻ്റെ വിലയെ ഉണ്ടാവാറുള്ളൂ എന്ന് തിരിച്ചറിയുമ്പോഴേക്കും വളരെ വൈകിപ്പോയിരിക്കും. ചിന്തകളും സങ്കല്പങ്ങളും നമ്മളിൽ നിന്നും ഒരിക്കലും വേഗത്തിൽ മാഞ്ഞു പോകില്ല. കാരണം ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ നമ്മൾ അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് തെറ്റുകൾ പറ്റുകയും അതിന് ക്ഷമ ചോദിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ അത് തിരുത്താം എന്ന സുപ്രധാന ഘടകം നമ്മളിൽ പലതും ചിന്തിക്കാതെ പോകുന്നു. ജീവിതത്തിൽ സത്യം പറഞ്ഞ് വേദനിപ്പിക്കേണ്ടി വന്നാലും നുണകൾ പറഞ്ഞ് ആരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കരുത്.